ബാല എലിസബത്ത് വിഷയത്തിൽ എലിസബത്തിന് വീട്ടിൽ പോയി കണ്ടിരുന്നല്ലോ. അപ്പൊ എന്താണ് എലിസബത്ത് പറഞ്ഞത്? എലിസബത്ത് ഇതുവരെ എന്തൊക്കെയാണോ ബാല വീട്ടിൽ ഉണ്ടായ സംഭവങ്ങൾ, അതുപോലെ അവർക്ക് അനുഭവിച്ച കുറേ പീഡനങ്ങളൊക്കെ ഉണ്ട്. ശാരീരികവും മാനസികവും ആയിട്ടുള്ള പീഡനം, ഭീഷണികൾ, പിന്നെ ഇവൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ കൂടാതെ നമ്മുടെ ഇവിടെ തോക്കുമായിട്ടൊക്കെ വന്ന സംഭവം, അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ എലിസബത്ത് കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. തോക്കുമായി വന്നതിനെ പറ്റി. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ പോയത്. ഇതെല്ലാം ഒന്ന് അറിയാമല്ലോ. മാത്രമല്ല നമ്മളൊരു കേസ് നിൽക്കുന്നുണ്ടല്ലോ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതിനകത്ത് പോലീസുകാർ തോക്കുണ്ടോ, തോക്ക് തപ്പിപ്പോയിട്ട് കണ്ടില്ല എന്നൊക്കെ പറയുന്ന എല്ലാം കള്ളത്തരമാണ്. അവർ ബാലയ്ക്ക് ഫേവറബിളായിട്ടാണ് എല്ലാം ചെയ്തത്. അത് FIR ഇട്ടപ്പോൾ തൊട്ടുണ്ട് ആ പ്രശ്നം. പിന്നെ അന്വേഷിക്കാൻ പോയെന്ന് പറഞ്ഞ ഒരു ദിവസം ഒരു പ്രഹസന പരിപാടിയൊക്കെ നടത്തി. ബാലയുടെ വീട്ടിൽ പോയി അന്വേഷിച്ചു, അവിടെ എന്തോ തെരച്ചിൽ നടത്താൻ പോയി എന്ന രീതിയിൽ ഒരു ദിവസം അവർ ഡ്യൂട്ടി ചെയ്തു. കുറച്ച് പോലീസുകാർ അവിടെ ചെല്ലുന്നു, എന്നിട്ട് ഇറങ്ങി വന്നിട്ട് മീഡിയയോട് പറയുന്നു ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ കാണുന്നവരൊക്കെ എന്താ വിചാരിക്കുന്നത്, അവർ സെർച്ച് ചെയ്ത് എന്നിട്ട് അവിടെ ഒന്നും ഇല്ലെന്നല്ലേ ന്യൂസൊക്കെ കാണുമ്പോൾ, ന്യൂസിലാണ് വന്ന് പറയുന്നത്. അപ്പോൾ മീഡിയയുടെ മുന്നിൽ കേരളത്തിന് മുമ്പിൽ മൊത്തത്തിലൊരു കള്ളത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാല ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പോലീസിനൊക്കെ. അപ്പോൾ ഏത് സംഭവത്തിലാണെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ട്. അതിപ്പോൾ എലിസബത്ത് ഒരു പ്രാവശ്യം പരാതിയായിട്ട് പോയപ്പോഴും അവിടെ നിന്ന് അത് എങ്ങനെയൊക്കെയോ അവർ കോംപ്രമൈസ് ആക്കുന്ന രീതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുകൂടാതെ പിന്നീട് എലിസബത്ത് ഒരു വക്കീലിനെ എന്തോ കേസ് കൊടുക്കാൻ അറേഞ്ച് ചെയ്തെടുത്തും അവർക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവൻ എവിടെ വരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊന്നും ഇവർക്ക് അറിയത്തില്ല. പിന്നെ മാത്രമല്ല ബാലയ്ക്ക് ഒരുപാട് ഉദ്യോഗസ്ഥരായിട്ടൊക്കെ പരിചയമുള്ളതൊക്കെ ഈ എലിസബത്തിന് അറിയാം. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ അവർക്ക് പേടിയായി ഇവനെ. അവരുടെ ഫാമിലിക്കാണെങ്കിലും ഒരു കേസായിട്ടൊക്കെ മുന്നോട്ട് പോകാനങ്ങ് മടിച്ചുപോയി. അതുകൊണ്ടൊക്കെ അവർക്ക് ഇനിയാണെങ്കിലും മുന്നോട്ട് ഇറങ്ങാൻ ഭയങ്കര പാടാണ്. ഇപ്പൊ എലിസബത്ത് ആണെങ്കിലും ഒരു സ്ത്രീ ആണല്ലോ. ഇപ്പത്തെ നിയമം അനുസരിച്ച് സ്ത്രീകൾക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. എന്നിട്ടും അത്രയും സപ്പോർട്ടീവായിട്ടും ഇൻഫ്ലുവൻസ് കൊണ്ട് അത് ലൈക്ക് ഒരു ജസ്റ്റിസ് കിട്ടാത്തൊരവസ്ഥയാണോ? അതെ. ഇപ്പൊ രേവതി സമ്പത്തിന്റെ കേസ് എടുത്ത് നോക്ക്. രേവതി സമ്പത്ത് ആദ്യം അവര് പോലീസിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കേസ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഒരു നീതിയും ലഭിക്കാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനിടെ വന്ന് പറഞ്ഞുകൊണ്ടാണ് അവർക്ക് ഇച്ചിരി ഹൈലൈറ്റ് ആയത്, ആ കേസ് സീരിയസ് ആവുന്നത്. അതുവരെ അതിന് മുമ്പേ ഈ ന്യൂസൊക്കെ നമ്മൾ കാണുന്നുണ്ട് സിദ്ദിഖിനെതിരെയൊക്കെ. അപ്പോൾ സ്ത്രീയാണ് അങ്ങ് കിട്ടും എന്നൊക്കെ പറയുന്നതിനകത്തും കുഴപ്പമുണ്ട്. സ്ത്രീകളായാലും ആരായാലും ഇതുപോലത്തെ ആൾക്കാർക്കെതിരെയൊക്കെ പറയുമ്പോൾ സ്വാധീനം ഒരുപാട് അവർ പോലീസിനെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ എലിസബത്ത് കുറേ ദിവസങ്ങൾ അല്ലെ വർഷങ്ങൾ അവിടെ താമസിച്ചു. 1 വർഷത്തോളമാണെന്ന് തോന്നുന്നു. എത്ര വർഷം ജീവിക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ അവിടെ നിരന്തരമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ വലിയൊരു ട്രോമയിൽ അവർക്ക് ഡിപ്രഷനിലോട്ട് പോയിട്ടുണ്ടെന്നാണ്, രേവസമ്പത്തും ഡിപ്രഷനിൽ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതേപോലെ തന്നെ നല്ല രീതിയിൽ ഡിപ്രഷനുണ്ട് പുള്ളിക്കാരിക്ക്. അപ്പോൾ ഇങ്ങനെ വന്ന് ഇപ്പോൾ വീഡിയോയിൽ പ്രതികരിക്കുന്നതിന് വലിയൊരു കാര്യമാണ്. കാരണം 1 വർഷത്തോളം കഴിഞ്ഞിട്ടാണല്ലോ പുള്ളിക്കാരിക്ക് അതിനെങ്കിലും ഉള്ളൊരു ധൈര്യം കിട്ടുന്നത്. അപ്പോൾ തിരിച്ച് സത്യം പറഞ്ഞാൽ ഇത്രയും ഒരു ബുദ്ധിമുട്ടിന്ന് കരകയറുന്ന ഒരു സീനായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ അവരെ പ്രതികരിക്കാൻ തുടങ്ങി. അതിന് വേറെയും കാരണങ്ങളുണ്ട്. കാരണം പുള്ളിക്കാരി ഇത് പ്രതികരിച്ചില്ലെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ പെൺകുട്ടികൾ ഇതേപോലത്തെ ട്രാപ്പിലൊക്കെ പെടാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ ഉള്ളൊരു തോന്നൽ. പിന്നെ ഒന്നും ഇയാൾക്കെതിരെ പിന്നെ ആ പാപ്പു വീഡിയോ ഇട്ടപ്പോഴൊക്കെയാണ് പിന്നെയും പുള്ളിക്കാരിക്ക് ഇതേ കാര്യങ്ങളൊക്കെ പറയണമെന്ന് തോന്നുന്നത്. അതുകൂടാതെ ഈ കമൻസിലൊക്കെ ഫേക്ക് ഐഡികൾ വന്ന് ഇവരെ കുറ്റപ്പെടുത്തുന്നു, ഇവർ മരുന്ന് മാറ്റിക്കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചെന്നൊക്കെ പറയുന്ന തരത്തിൽ ഉള്ള സാധനങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പം അതൊക്കെ കൂടെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് പ്രതികരിക്കാൻ തോന്നും. കാരണം അവരെ കുറ്റക്കാരിയാക്കുന്ന രീതിയിലൊക്കെ ഉള്ള ഇൻഡയറക്റ്റ്ലി കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ കൂടെ കണ്ടപ്പോൾ ഉള്ളത് വിളിച്ച് പറയുന്നതായി കാണുന്നത്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന പോലെ എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം കൂടെ കാണാൻ പറ്റും. ഞാനും ആദ്യം അങ്ങനെയൊക്കെ വിചാരിച്ചു. അപ്പോൾ അതെല്ലാം ചെന്ന് സംസാരിച്ചിരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇവർക്ക് അതിനുള്ള എന്ത് കാരണവശാലാണെങ്കിലും അവർക്കത് കൊടുക്കാൻ പറ്റുന്നില്ലെന്ന് മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോകൾ തെളിവായിട്ട് എടുത്തുകൊണ്ട് പോലീസിന് വേണേൽ സ്വമേധയാ കേസെടുക്കാം. വനിതാ കമ്മീഷനുണ്ട്, പിന്നെ സ്ത്രീ ശാക്തീകരണ പരിപാടികൾ മറിച്ചെന്നൊക്കെ പറഞ്ഞുണ്ട്. പിന്നെ നമ്മളെല്ലാവരും ഈ പറയത്തില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ എന്താണല്ലോ നീതി കിട്ടും
എന്നൊക്കെ പറയുമ്പോൾ ഈ കംപ്ലൈൻറ്റ് നിർബന്ധം എന്നുള്ള രീതി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലെന്നുള്ളത് ഇത്രയും ദിവസം കൊണ്ട് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ആക്ട് ചെയ്യേണ്ട ആൾക്കാരുണ്ട് ഇവിടെ. സൊസൈറ്റിക്ക് മൊത്തത്തിൽ ഉത്തരവാദിത്വമാണ് ഇത്. ഒരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നത് അത്ര സിമ്പിളല്ല ഒന്നും. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ എന്നെ പിടിച്ച് അകത്തിടുന്നുണ്ടെങ്കിൽ, അല്ലെ വലിയൊരു ദിവസം മൊത്തം കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ, വളി എന്ന് പറയുമ്പോൾ കഥ ചവിട്ടി പൊളിക്കുന്നുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കുന്ന ഏരിയ തന്നെയാണല്ലോ ഇതൊക്കെ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരാൾ വന്ന് ഇത്രയും വെളിപ്പെടുത്തലൊക്കെ നടത്തുമ്പോഴും മീഡിയയും ഈ പറഞ്ഞ പോലെ പോലീസോ ഒന്നും തന്നെ ആക്ട് ചെയ്യുന്നില്ല. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ നിയമവ്യവസ്ഥയുടെ മുമ്പിൽ, കോടതിയുടെ മുമ്പിൽ തന്നെ ഇവരിത് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. അല്ലാതെ അതിനെ അങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് അടുത്തത്. പുറത്തുനിന്ന് ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുമോ, അതിന് കൂടുതൽ സാധ്യതകൾ എന്തൊക്കെയാണെന്നൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന് പറഞ്ഞ ഗ്രൂപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ജോയിൻ ചെയ്ത് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് നടത്താൻ പറ്റുമെങ്കിൽ നടക്കട്ടെ എന്ന് കരുതിയാണ് അങ്ങനൊരു ഗ്രൂപ്പും തുടങ്ങിയേക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ ഇതുവരെ. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ. പിന്നെ എൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഞാൻ ഇട്ടുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും അറിയണം. നമ്മളീ പറയുന്ന പോലെ പോലീസ് സ്റ്റേഷനിൽ മാത്രം പറഞ്ഞൊരു കാര്യമല്ല ഇപ്പോൾ. കാരണം അവിടെ പറഞ്ഞാലും ഇതുപോലെ മീഡിയ പറഞ്ഞാലും പോലും നടക്കുന്നില്ല. കേസ് വന്ന സമയത്ത് തോക്ക് അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പോലീസ് പരിശോധിച്ചപ്പോൾ വന്നു എന്നെല്ലാം പറഞ്ഞല്ലോ. അപ്പൊ അതിനുശേഷം ഇപ്പൊ എലിസബത്ത് ആണെങ്കിലും സന്തോഷ് വർക്കി ആണെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അതിനുശേഷം ആ കേസായിട്ട് റിലേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോയായിരുന്നോ? പിന്നെ ആ കേസ് കോടതി നടക്കുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ സന്തോഷ് വർക്കിയുടെ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ഇങ്ങനെ തിരിഞ്ഞു പറഞ്ഞ് കളിക്കുമല്ല. നന്നായിട്ട് സ്ഥിരതയില്ലാത്ത പോലത്തെ ഒരാളാണ്. അപ്പോൾ അയാൾ ഈ പറഞ്ഞ പോലത്തെ അയാൾ പറയുന്നൊന്നും കോടതി എടുക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ എലിസബത്തേ ഉള്ളൂ ഇപ്പോൾ വന്ന് പറഞ്ഞതിനകത്ത് ആൾക്കാർക്കൊരു കേട്ടപ്പോൾ സത്യമാണെന്ന് തോന്നിയത്. ബാക്കിയെല്ലാം കള്ളമാണെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് ഇതുവരെ. എലിസബത്ത് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്, ക്ലിയറായി. ലോകത്തുള്ള മനുഷ്യർക്ക് ഇത് കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും നമ്മുടെ കേസിൽ ഇങ്ങനെ ഒരു അട്ടിമറി നടന്നെന്നോ അല്ലെങ്കിൽ കൈക്കൂലി മേടിച്ചെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം അല്ലാത്തൊരു കാര്യത്തിലും ബാലെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരാവശ്യവും ആ വക കേസിലൊന്നും പോലീസിനില്ല. അപ്പോൾ തീർച്ചയായിട്ടും പോലീസുകാരോ പൈസ മേടിച്ചിട്ടായിരിക്കും നമുക്ക് വേണ്ട രീതിയിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കേസ് ഉണ്ടാകുമ്പോൾ എന്താണോ ചെയ്യേണ്ടത് നോർമലായിട്ടുള്ളൊരു പ്രൊസീജിയർ വിട്ടിട്ട് അവർ FIR-നകത്ത് തോക്കുന്ന സാധനം മെൻഷൻ ചെയ്യാതെ അതിന് ആംസ് ആക്ടിലോട്ട് വിടാതെ അവനെ പ്രൊട്ടക്റ്റ് ചെയ്തത്. അല്ലാതെ വേറെ റീസൺ ഇല്ല. അപ്പോൾ നല്ല രീതിയിൽ ഇതേപോലത്തെ ഒരു കേസുകളൊക്കെ നടക്കുമ്പോൾ ഇതേപോലുള്ള ആളുകളുടെ ഇന്ന് പണം മേടിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ എന്തോ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഭയങ്കരമായിട്ട് എന്തോ പറഞ്ഞെന്ന് പറയുമ്പോഴും നമുക്കെതിരെ കേസ് എടുക്കുന്നതും അവനെതിരെ കേസ് എടുക്കാത്തതൊക്കെ കാണുമ്പോൾ ഇത് രണ്ടും ഒരാൾ ഞാൻ തന്നെയാണല്ലോ ഇതെല്ലാം ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ എല്ലാവരും അറിയണം. അതാണ് വേറൊരു ഉദ്ദേശം. ഇപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അന്നേ ഇവർ ഇപ്പോൾ ഒരു സാധാരണക്കാരനാണ് ഇങ്ങനെ ഒരു കേസ് ഒരു കത്തി എടുത്തുകൊണ്ട് ഇറങ്ങിയാൽ പോലും ചിലപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്യും. പക്ഷെ തോക്കുമായിട്ട് എടുത്ത് വന്നെന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ചോദ്യം ചെയ്യുന്ന രീതികളൊക്കെ ശരിയാണെങ്കിൽ ഈ ആറാട്ടണ്ണനും ഈ പറഞ്ഞ എലിസബത്ത് അന്നും അവിടെ ബാലയുടെ അടുത്ത് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു സ്ഥലത്തോട്ട് വിളിച്ചുകൊണ്ട് പോയാൽ അവർ തമ്മിൽ ഉടക്കുണ്ടായി. അപ്പോൾ അവിടെ പോലീസുകാർ അന്വേഷിക്കാൻ വന്നപ്പോൾ മുറി പൂട്ടിയിട്ടേക്കുവാണ്. അപ്പോൾ ഒരു സ്ത്രീ മുറി പൂട്ടിയിട്ടിട്ടുണ്ടാകുന്നു, അത് പോലീസ് കണ്ടില്ല. ആറാട്ടണ്ണൻ അന്നത്തെ ദിവസം മുകളിൽ പൂട്ടിയിട്ടിട്ടുണ്ടാകും ആറാട്ടണ്ണനെ. അപ്പോൾ ഫ്രണ്ടിൽ ആ വിസിറ്റിംഗ് റൂമിന് അപ്പുറത്തോട്ട് പോലീസ് പോയിട്ടില്ല. അങ്ങനെയൊക്കെയാണോ നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ വന്ന് അകത്ത് ഒരു ട്രൈപോഡ് അടക്കം എടുത്തുകൊണ്ട് പോകുന്നുണ്ടല്ലോ. തെളിവെടുപ്പെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ തിരുവല്ലയിൽ നിന്ന് വണ്ടി ഓടിച്ച് എറണാകുളത്ത് വന്ന് ട്രൈപോഡ് ഗിംബിൾ വരെ എടുത്തുകൊണ്ട് പോയി. ഒരു ദിവസം മൊത്തം വൻ ഷോയാണ്. ഇക്ക വിളിച്ചു പറഞ്ഞു ലാൽ സാർ എന്നൊക്കെ പറഞ്ഞ പോലീസൊക്കെ ഉണ്ട്. നമ്മൾ ഈ മറ്റേ ചെറുത്താൻ സാറൊന്നും അല്ലാത്തതുകൊണ്ടായിരിക്കും നമ്മളിപ്പോൾ നീതി നിഷേധിക്കപ്പെടുന്നത്. സിവിയറിറ്റി കൂടിയ സാധനങ്ങൾക്കൊന്നും വലിയ പ്രതികരണമൊന്നുമില്ല. പക്ഷേ ഇമാതിരി ചെറിയ കാര്യങ്ങളൊക്കെ കിട്ടിയാൽ വലിയ എന്തോ ആക്കിയെടുത്ത് അതുകൂടാതെ അതിനകത്തൊക്കെ ഈ അപകീർത്തിപ്പെടലും ഉണ്ടെന്നേ. നമ്മൾ കള്ളം പറയുന്ന ഒരാളായിട്ട് മാറുന്നു. ബാലയെപ്പോലെ ഒരാളെ കൊടുക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയെന്നൊരു കേസ് FIR ഇട്ടിട്ടുണ്ട് പാലഘട്ട സ്റ്റേഷനിൽ. അതൊക്കെ അവരിട്ടു. ഞാനും ആറാട്ടണ്ണനും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന കേസിനകത്തുള്ളത്. അതൊക്കെ വളരെ നല്ല വൃത്തിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് വരുമ്പോൾ കുറച്ച് വൃത്തികേടാകുന്നുണ്ട് ഇവിടെ. ആ വൃത്തികേടെന്ന് പറയുന്നത് തീർച്ചയായിട്ടും കറക്റ്റഡായിട്ടുള്ള പോലീസുകാരാണ്. അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കേണ്ടതല്ല. എന്നെ തുല്യനീതി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അന്ന് വീഡിയോയിലൊക്കെ.
തുല്യനീതി എന്നൊന്നും പറയുന്ന സാധനമൊന്നും ഇല്ല. ഇല്ല. ഈ ബാലയും ഗോവിന്ദചാമിയും കൂടെ ഒരു കമ്പയർ രണ്ടൊരു മുൻനിർത്തി ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു FB-ല്. അതിനെ പറ്റി എന്താ പറയാ? അതായത് ബാല ബലാത്സംഗം ചെയ്ത പെണ്ണുങ്ങൾ ആരും മരിച്ചില്ലെന്ന് ഞാൻ പറയും. അതുകൊണ്ട് ബാല നല്ലവനാണ്, മനസ്സിലായോ? അങ്ങനെയാണ് ഞാൻ പോസ്റ്റ് ഇട്ടത്. അപ്പോൾ ഗോവിന്ദചാമി പോലത്തെ ഒരാളെ അയാളും ബലാത്സംഗ ശ്രമത്തിനിടയിൽ ഈ പെൺകുട്ടി കൊല്ലപ്പെടുവാണ്. അപ്പോൾ ഇതിനകത്ത് ബാലയുടെ ഈ ക്രൂരതയ്ക്കിടയിൽ ആ പെൺകുട്ടികളൊന്നും കൊല്ലപ്പെടാഞ്ഞത് കൊണ്ടാണ് തൽക്കാലം ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നത് ഏകദേശം എന്താ പറയുക പീഡിപ്പിക്കുന്നത്. ഇപ്പോൾ നിസ്സഹായാവസ്ഥ പിന്നെയുണ്ട്. അതായത് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് വീട്ടിൽ ഇട്ട് അയാളുടെ വീടിനകത്ത് പെട്ടുപോയ പല രീതിയിൽ എന്താ പറയുക അവർക്ക് പ്രഷറുണ്ട്, അല്ലെങ്കിൽ പല ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇപ്പോൾ കുടുംബക്കാരാണെങ്കിലും ഇടപെടും, അവർക്ക് ആ നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ രീതിയിലാണല്ലോ ഇവിടെ പല ഗാർഹിക പീഡനങ്ങളും അനുവദിച്ചു കൊടുത്തേക്കുന്നത്. അതേപോലത്തെ സംഭവങ്ങളാണ് നടന്നേക്കുന്നത്. പിന്നീട് ബാലയുടെ വക്കീലോ കോണ്ടാക്ട് ചെയ്തിരുന്നോ കേസുമായി ബന്ധപ്പെട്ടിട്ട്? നമ്മളെ പിന്നെ കോണ്ടാക്ട് ചെയ്യത്തില്ല, അങ്ങനെയൊന്നും കോണ്ടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ കോണ്ടാക്ട് ചെയ്യുന്നത് നമ്മളായിരിക്കത്തില്ല മിക്കവാറും. അവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ ഒരുപാട് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടാവും, നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത്. അവർക്കറിയാമല്ലോ ഈ സാധനം അവരുടെ കയ്യിലാണ് നിൽക്കുന്നതെന്ന്.